ചെമ്പും വെള്ളിയും ചേർത്തുള്ള സങ്കരലോഹം പ്രാചീന കാലത്ത് ഉപയോഗിച്ചിരുന്നു. ചെമ്പും സിങ്കും ചേർന്നുള്ള ഓട് ആധുനികമാണ്. പ്രാചീനകാലം മുതൽക്ക് തന്നെ താമ്രം എബ്രായരുടെ ഇടയിൽ അറിയപ്പെട്ടിരുന്നു. പുറപ്പാട് 38, 2 ശമൂവേൽ 8:8, 1 ദിനവൃത്താന്തം 18:8, 22:3, 14, 29:7. നാണയങ്ങൾ മത്തായി 10:9, മർക്കോസ് 6:8, 12:42. സംഗീതോപകരണങ്ങൾ എന്നിവ നിർമ്മിക്കുന്നതിന് 1 കൊരിന്ത്യർ 13:1 ചെമ്പ്, അതായത് ഖൽക്കോസ് ഉപയോഗിച്ചിരുന്നതായി കാണാം. ചെമ്പ് കൊണ്ട് നിർമ്മിക്കപ്പെട്ട വസ്തുക്കളിൽ ചിലത് മോശെ നിർമ്മിച്ച താമ്രസർപ്പം, സംഖ്യ 21:9, ഗോല്യാത്തിന്റെ യുദ്ധോപകരണങ്ങളായ താമ്രശിരസ്ത്രം, താമ്രകവചം, താമ്രം കൊണ്ടുള്ള കാൽച്ചട്ട, താമ്രവേൽ, 1 ശമൂവേൽ 17:5, 6, ചെമ്പ് ചങ്ങല, 2 രാജാക്കന്മാർ 25:7, താമ്ര കൈത്താളങ്ങൾ, 1 ദിനവൃത്താന്തം 15:19, താമ്ര കതകുകൾ, സങ്കീർത്തനം 107:16, താമ്ര ബിംബങ്ങൾ, വെളിപ്പാട് പുസ്തകം 9:20 എന്നിവയാണ്. ചെമ്പിൻ്റെ ആദ്യ പരാമർശം ഉൽപ്പത്തി 4:22 പുറപ്പാട് 37 അധ്യായം സ്വർണത്തിൻ്റേതും 38 അധ്യായം താമ്രത്തിൻ്റെയും വെള്ളിയുടേതും ആണ്. താമ്രം എന്ന പദം പുറപ്പാട് 38 15 പ്രാവശ്യം കാണാം. സമാഗമന കൂടാരത്തിലെ ഉപകരണങ്ങൾ ഏറിയ കൂറും താമ്ര നിർമ്മിതമോ താമ്രം പൊതിഞ്ഞതോ ആണ്. കുഴിച്ചെടുക്കുന്നതിനെക്കുറിച്ച് പറയുന്നിടത്താണ് ചെമ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ആവർത്തനം 8:9, യോബ് 28:2. ആവർത്തനം 8:9 മലകളിൽ നിന്നും താമ്രം വെട്ടിയെടുക്കുന്ന ദേശമെന്നും, യോബ് 28:2 കല്ലുരുക്കി ചെമ്പെടുക്കുന്നതിനെക്കുറിച്ചും പറഞ്ഞു കാണുന്നു. ചെമ്പുപണിക്കാരനെക്കുറിച്ചുള്ള ഒരു സൂചന 2 തിമോത്തിയോസ് 4:14 എസ്രാ 8:27, 1 രാജാക്കന്മാർ 7:45, 2 ദിനവൃത്താന്തം 4:16, യെഹസ്കിയേൽ 1:7, ദാനിയേൽ 10:6 എന്നിവിടങ്ങളിൽ താമ്രമാണ് വിവക്ഷിതം. മഴ പെയ്യാതെ ചുട്ടുപഴുത്ത് നിൽക്കുന്ന ആകാശത്തെയും, ആവർത്തനം 28:23, ഉണങ്ങി വരണ്ട് വിണ്ടുകിടക്കുന്ന ഭൂമിയെയും, ലേവ്യ പുസ്തകം 26:19 ചെമ്പിനോട് ഉപമിക്കുന്നുണ്ട്. ശരീരബലം, ശക്തി, നിലനിൽപ്പ്, യോബ് 6:12, 40:18, 41:27, സങ്കീർത്തനം 107:16, യെശയ്യാവ് 45:2. മാനസിക ഗുണങ്ങളായ ഉറപ്പ്, യെരമ്യാ പ്രവചനം 1:18, കാഠിന്യം, യെശയ്യാ പ്രവചനം 48:4 എന്നിവയുടെ ഉപമാനങ്ങളാണ് താമ്രവും ചെമ്പും.